ഏവർക്കും നമസ്കാരം. അസാമിൽ നിയമമുഖാന്തരം അത്ഭുത രോഗശാന്തി ശുശ്രൂഷ തടയുവാനായി അവിടുത്തെ സർക്കാർ BJP സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്ന അറിവ് മാധ്യമത്തിൽ കൂടെ ലഭിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഹ്രസ്വമായ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിനു മുൻപ് ഞാനൊരു വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ അവിടെ ക്രിസ്തീയ സ്ഥാപനങ്ങൾക്ക് മതപരമായ ചിഹ്നങ്ങൾ വെളിയിൽ പ്രദർശിപ്പിക്കാനോ മതപരമായ ക്ലാസുകൾ നടത്തുവാനോ മതപരമായ അറിവുകൾ കുട്ടികളിലേക്ക് പകരുവാനോ ഉള്ള അവകാശം നിയമമുഖാന്തരം നിഷേധിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ പുരോഹിതന്മാരും കന്യാസ്ത്രീകളും മതപരമായ വസ്ത്രം ഇട്ടുകൊണ്ട് സ്കൂളുകളിൽ കോളേജുകളിൽ ജോലി ചെയ്യുന്നത് ഒരിക്കലും ഞങ്ങൾ സഹിക്കുകയില്ല എന്ന് സംഘ് പരിവാറിൻ്റെ ഒരു ഘടകമായ ഹിന്ദു ഫാമിലി പ്രൊട്ടക്ഷൻ ഫ്രണ്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള സ്ഥിതി വിശേഷങ്ങൾ പ്രത്യേകിച്ച് അത്ഭുത രോഗശാന്തി നിയമമുഖാന്തരം തടയുന്നു എന്ന ഈ ഒരു ആശയം നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഇത് രാഷ്ട്രീയമായ ഒരു ചുവടുവയ്പ്പാണ് എന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ല. രാഷ്ട്രീയത്തിൽ ആകപ്പാടെയുള്ള പരിഗണന വോട്ട് മാത്രമാണ്. രാഷ്ട്രീയത്തിൻ്റെ ശാപം മനുഷ്യനെ ഒരു വോട്ടായി, ഒരു സമ്മതിദായക ബട്ടൺ പ്രസ് ചെയ്യുന്ന പ്രക്രിയയായി ചുരുക്കിക്കളയുന്നു. മനുഷ്യർക്ക് മറ്റ് യാതൊരു വിലയുമില്ല. അപ്പോൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നവർ നല്ലവരാണ്, ഞങ്ങൾക്ക് വോട്ട് ചെയ്യാത്തവർ രാജ്യത്തിന് അപകടകാരികളാണ് എന്നതാണ് BJPയുടെ വളരെ സ്പഷ്ടമായ ദർശനം. അത് മുന്നിലാക്കിയാണ് അവർ ഭരിക്കുന്നതും നിയമം നിർമ്മിക്കുന്നതും അച്ചടക്കം പാലിക്കുന്നതും ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുന്നതും. ഇതിനോടകം സ്പഷ്ടമായ കാര്യമാണ്. അപ്പോൾ രോഗശാന്തി എന്താണ് ഇത്ര വലിയ രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. രോഗശാന്തിയിൽ കൂടെയാണ് കൂടുതൽ അക്രൈസ്തവരെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ആകർഷിക്കുന്നത് എന്നത് ഇപ്പോൾ പൂർവാധികമായി എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. വടക്കേ ഇന്ത്യയിലൊക്കെ, പ്രത്യേകിച്ച് രാജസ്ഥാൻ, പഞ്ചാബ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലും അസം പോലെയുള്ള നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലും കൂടുതൽ ആളുകൾ മതപരിവർത്തനത്തിന് സമ്മതിക്കുന്നത് അല്ലെങ്കിൽ മുതിരുന്നത് അവർക്ക് ചില ആളുകൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി രോഗശാന്തി ലഭിച്ചു എന്ന ഒരു പരിഗണന കൊണ്ടാണ്. ആ രോഗശാന്തി ഏത് വിധത്തിൽ, ഏത് തോതിൽ വരെ സത്യാധിഷ്ഠിതമാണ്, അത് ഏത് വിധത്തിൽ പരസ്യം മാത്രമാണ് എന്നത് ഈ സമയത്ത് ഞാൻ പരിഗണനയ്ക്ക് എടുക്കുന്നില്ല. നമുക്കറിയാം, കേരളത്തിൽ രോഗശാന്തി, അത്ഭുത രോഗശാന്തി എന്നത് വളരെ വിവാദമായ ഒരു പ്രതിഭാസമാണ്. ഇതിനെപ്പറ്റി മുൻപ് ചില വീഡിയോകളിൽ ഞാൻ പരാമർശിച്ചതുകൊണ്ട് ആശയത്തെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. എന്നാൽ നിയമമുഖാന്തരം രോഗശാന്തി ശുശ്രൂഷയെ തടയാൻ കഴിയുമോ എന്നത് നാം ആലോചിക്കേണ്ട ഒരു പ്രശ്നം തന്നെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 25-ാം അനുച്ഛേദത്തിൽ ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അവർക്കിഷ്ടമുള്ള വിശ്വാസം ആചരിക്കുവാനും പൊതുവായി അത് പ്രഖ്യാപിക്കുവാനും അത് പ്രോപ്പഗേറ്റ് ചെയ്യുക,
അത് മറ്റുള്ളവരിലേക്ക് കൈമാറ്റം ചെയ്യുവാനുമുള്ള മൗലിക അവകാശം, ഫണ്ടമെൻ്റൽ റൈറ്റ്. ഈ ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ലെങ്കിൽ മൗലികാവകാശം എന്ന് പറയുമ്പോൾ അതിൽ കൈകടത്തുവാൻ ഒരു സർക്കാരിനും അവകാശമില്ല എന്നുള്ളത് തന്നെയാണ്. അതിനെ നിയന്ത്രിക്കുവാൻ, അതിനെ ഇല്ലാതാക്കുവാൻ നിയമനിർമ്മാണം നടത്തിയാൽ അത് അസാധുവായി പ്രഖ്യാപിക്കേണ്ട കടമ സുപ്രീം കോടതിക്കുണ്ട്. പക്ഷേ നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ നിയമവും നിയമനിർമ്മാണവും നിയമപാലനവും നിയമത്തെ കോടതികളെപ്രകാരം മനസ്സിലാക്കുന്നു, വിവക്ഷിക്കുന്നു, ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നു, പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നു, ഇതൊക്കെ രാഷ്ട്രീയമായ പരിഗണനകൾ കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് എന്ന് നമുക്കറിയാം. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അയോധ്യ വിധി. ബാബ്രി മസ്ജിദ് നശിപ്പിച്ചത് ഒരു ക്രിമിനൽ കുറ്റമാണ് എന്ന് കണ്ടുപിടിച്ച അതേ കോടതി അവിടെ തന്നെ ഹിന്ദുക്കൾക്ക് അമ്പലം ഉണ്ടാക്കുവാനുള്ള അവസരം, സഹായം ഇവയൊക്കെയും സർക്കാർ തന്നെ ചെയ്തു കൊടുക്കണം എന്ന ഒരു നിഗമനത്തിലെത്തുകയും മുസ്ലിങ്ങൾക്ക് അവരുടെ പള്ളി പണിയാൻ മറ്റു സ്ഥലത്ത് 5 ഏക്കർ ഭൂമി കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട്, ഇതെവിടെയും ശ്രദ്ധയിൽ പതിഞ്ഞതുകൊണ്ടും ഞാനതിനെപ്പറ്റി കൂടുതലായി വിശദീകരിക്കേണ്ട ആവശ്യമില്ലെന്ന് കരുതുകയാണ്. അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യത്തെ, അതായത് അത്ഭുത രോഗശാന്തി ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് ആളുകളെ ആകർഷിച്ച് അവരെ മതം മാറ്റത്തിന് വിധേയമാക്കി ക്രിസ്ത്യൻ മത സമൂഹത്തിൻ്റെ വലിപ്പം കൂട്ടുകയും അല്ലെങ്കിൽ അക്കം കൂട്ടുകയും ഹിന്ദുക്കളുടെ സംഖ്യ കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയായി മാത്രമാണ് പൊതുവായി ഇപ്പോൾ സംഘപരിവാർ മാത്രമല്ല, ഹിന്ദുക്കൾ മാത്രമല്ല, മറ്റെല്ലാ മതക്കാരും ഇതിനെ കാണുന്നത് എന്നത് അനുഭവം കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. നാം പൊതുരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾ നാം എപ്രകാരം മനസ്സിലാക്കുന്നു അതുപോലെ മാത്രമേ മറ്റുള്ളവർ മനസ്സിലാക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധ്യമാകുകയുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കാവൂ എന്ന് ശാഠ്യം പിടിക്കുന്നത് അർത്ഥശൂന്യമായൊരു നിലപാടാണ്. നാം പൊതുരംഗത്ത് എന്ത് പ്രസ്താവിച്ചാലും, ഏത് നടപടികളെടുത്താലും, ഏത് നിലപാട് സ്വീകരിച്ചാലും അതിനെ അവരുടേതായ കാഴ്ചപ്പാടിൽ കാണുകയും വിമർശിക്കുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. അതിൻ്റെ കൂടെ രാഷ്ട്രീയമായ അധികാരം കൂടെ കൂട്ടിക്കലർത്തി നാം വായിക്കുമ്പോൾ ഇപ്രകാരമുള്ള പ്രക്രിയകളോട് പ്രത്യേകിച്ച് സംഘപരിവാർ പോലെയുള്ള രാഷ്ട്രീയ ശക്തികൾ ഏത് വിധത്തിൽ പ്രതികരിക്കാനാണ് സാധ്യത എന്ന് മുന്നമേ നമുക്ക് നിശ്ചയിക്കുവാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ വളരെ വിചിത്രമായ കൗതുകമേറിയ ഒരു ചിന്തയാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. വാസ്തവത്തിൽ അത്ഭുത രോഗശാന്തി ശുശ്രൂഷയിൽ കൂടെ ഹിന്ദുക്കളായ ആളുകളെ ക്രിസ്തുമതത്തിലേക്ക് ചേർക്കുവാൻ തത്രപ്പെടുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായി BJPയിലോട്ട് ആളുകളെ ചേർക്കാനായിട്ട് BJP എടുക്കുന്നൊരു തന്ത്രമുണ്ട്. അത് ഈ അത്ഭുത രോഗശാന്തിക്ക് സമാനമാണ് എന്നത് അവരുടെ ശ്രദ്ധയിൽ എന്തുകൊണ്ട് പെടുന്നില്ല എന്നതിനെപ്പറ്റി എനിക്ക് അത്ഭുതം തന്നെയുണ്ട്. അതെന്താണ്? നമുക്കറിയാം, രാഷ്ട്രീയമായ രോഗം, ശാരീരികമായ രോഗം, അതിൻ്റെ ശമനത്തിന് വേണ്ടിയാണ് മിഷണറിമാരെ അല്ലെങ്കിൽ പ്രാർത്ഥനാപരമുള്ളവരെ അല്ലെങ്കിൽ രോഗശാന്തിപരമുള്ളവരെ അക്രൈസ്തവരെ ആളുകൾ സമീപിക്കുകയും അങ്ങനെ അവർക്ക് രോഗശാന്തി ലഭിക്കുന്നു എന്ന അവരുടെ ഒരു അനുഭവത്തിൽ കൂടെ, അല്ലെങ്കിൽ അവരങ്ങനെ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ക്രിസ്തുമതം സ്വീകരിക്കാൻ ഇടയാകുന്നു. ഇതിൽ എത്രമാത്രം സത്യമുണ്ട്, എത്രമാത്രം കാപട്യമുണ്ട്, അത് ഞാൻ ഈ സമയത്ത് വിശ്ലേഷിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. എന്നാൽ എനിക്ക് നിങ്ങളോട് പങ്കിടാനുള്ള ചിന്ത ഇതിനോട് സമാനമായ മറ്റൊരു പ്രക്രിയയാണ്. ശാരീരികമായ രോഗം പോലെ രാഷ്ട്രീയമായ രോഗമുണ്ട്. അതെന്താണ്? ഭരണത്തിലിരിക്കുമ്പോൾ അഴിമതി നടത്തി, അങ്ങനെ
അനധികൃതമായ സ്വത്ത് സമ്പാദിച്ചു, സർക്കാരിന് നഷ്ടം വരുത്തി, രാജ്യത്തിൻ്റെ സമ്പത്ത് പൊതുസമ്പത്ത് സ്വകാര്യ സമ്പത്താക്കി മാറ്റി, അതിലൊന്നിൽ രാജ്യത്തുള്ള ബ്ലാക്ക് മണിയായിട്ട് അല്ലെങ്കിൽ വിദേശത്ത് കൊണ്ടുപോയി മറച്ചു വച്ചിരിക്കുന്ന ബ്ലാക്ക് മണിയായിട്ട് മാറ്റി, ഇക്കണോമിക് ഒഫൻസസ് എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ വലിയ കുറ്റങ്ങളിൽപ്പെട്ട്, പിന്നെ അതുപോലെ തന്നെ കൊലപാതകം, ബലാത്സംഗം അല്ലെങ്കിൽ അടിപിടി, ഇങ്ങനെയുള്ള ഏത് ക്രിമിനൽ കുറ്റവും രാഷ്ട്രീയ രോഗമാണ്. അപ്പോൾ അങ്ങനെയുള്ള രാഷ്ട്രീയ രോഗം പിടിച്ചിരിക്കുന്ന ആളുകൾക്ക് രോഗശാന്തി നൽകാനായിട്ട്, അത് 100% രോഗശാന്തി ലഭിക്കാനായിട്ടുള്ള മാർഗമാണ് BJP ചേരുക എന്നുള്ളത്. ഇപ്പോൾ രോഗശാന്തി പ്രാപിച്ച ശേഷമാണ് ക്രിസ്തുമതത്തിലേക്ക് ചേരുന്നത് എങ്കിൽ രോഗശാന്തിയിൽ കൂടെ ആളുകളെ മതം മാറ്റണമോ ഇല്ലയോ എന്നത് മറ്റൊരു പ്രശ്നമാണ്. അതിനെപ്പറ്റിയുള്ള എൻ്റെ അഭിപ്രായം ഞാനിപ്പോൾ പ്രകടിപ്പിക്കുന്നില്ല. എന്നാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഏത് കുറ്റം ചെയ്ത് നിയമത്തിൻ്റെ പിടിയിൽ പെട്ട ശിക്ഷ അനുഭവിക്കേണ്ട ആളും BJP ചേർന്ന് കഴിഞ്ഞാൽ അവരുടെ രാഷ്ട്രീയ രോഗം ശമിച്ചു കിട്ടും, അവർക്ക് സുഖമായി സമാധാനമായി ജീവിക്കാൻ കഴിയും. അതുകൊണ്ടാണ് നമ്മുടെ പല ബിഷപ്പന്മാരും സാമ്പത്തിക പുഷ്ടിയുള്ള പല ക്രിസ്ത്യാനികളും ഇപ്പോൾ BJPയെ നോക്കി വെള്ളം മൂറി നിൽക്കുന്നത് എന്ന് നമുക്കറിയാം. കാരണം അവർക്കും രോഗശാന്തി ആവശ്യമാണ്, രാഷ്ട്രീയമായ രോഗശാന്തി, സാമ്പത്തികമായ രോഗശാന്തി ആവശ്യമാണ്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ തന്നെ പല ബിഷപ്പന്മാരും അവർക്ക് BD എന്ന ഡിഗ്രി ഉണ്ടെങ്കിലും അവർ EDയെ പേടിച്ചാണ് നിൽക്കുന്നത് എന്ന് നമുക്കറിയാം. അങ്ങനെ പേടിക്കേണ്ട ആവശ്യം എന്താണ് എന്നതും നമുക്കറിയാം. അപ്പോൾ അവർക്കും രോഗശാന്തി ലഭിക്കാനായിട്ട് BJPയോട് പ്രത്യക്ഷമായി ചേരേണ്ട ആവശ്യമില്ലെങ്കിലും പരോക്ഷമായി കൈകോർത്ത് പിടിച്ച് BJPക്ക് കേരളത്തിൽ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കി കൊടുക്കാം എന്ന ഒരു ധാരണയിൽ അവരും അവരുടെ രാഷ്ട്രീയ സാമ്പത്തിക രോഗശാന്തി പ്രാപിച്ച് ഇങ്ങനെ വിലസുന്നൊരു കാലഘട്ടത്തിലാണ് ആസാമിൽ ഇത് സംഭവിക്കുന്നത് എന്നുകൂടെ നാം ഓർത്തിരിക്കും. എന്നാൽ ഇത് രണ്ടും മനുഷ്യ സഹജമായ ബലഹീനതയെ വെളിപ്പെടുത്തുന്നു എന്നതാണ് എനിക്ക് അവസാനമായി നിങ്ങളോട് പറയാനുള്ളത്. ഉദാഹരണമായിട്ട്, നിങ്ങൾ ഏത് സ്ഥാപനത്തിൽ നോക്കിയാലും അവിടെ അധികാരം കൈയാളുന്ന വ്യക്തിയോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് ഒരാനുകൂല്യമുണ്ട്. അതെന്താണ്? അവരുടെ നേരെ ഒരു വിധത്തിലുള്ള ശിക്ഷണ നടപടിയും നടക്കുകയില്ല. ഇപ്പോൾ ഭാരതത്തിലെ തന്നെ ഒരു അഭിമാന വിദ്യാഭ്യാസ സ്ഥാപനമായ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ ഞാൻ എത്രയോ നാളുകളായി കണ്ടിട്ടുണ്ട്. പ്രിൻസിപ്പലിൻ്റെ പ്രീതി പറ്റി നടക്കുന്ന ആൾ ഒരു ദിവസം ക്ലാസ് എടുത്തില്ലെങ്കിലും ഒരു ചോദ്യവും ഉണ്ടാകുകയില്ല. എന്നാൽ പ്രിൻസിപ്പലിന് അത്ര സന്തോഷമില്ലാത്ത ഒരാൾ 1 മിനിറ്റ് ലേറ്റായിട്ട് ക്ലാസ്സിൽ പോയാലുടനെ ചോദ്യം വരും. അപ്പോൾ അങ്ങനെ ചോദ്യം വരാതിരിക്കുന്നതിന് വല്ല വിധേനയും പ്രിൻസിപ്പലിൻ്റെ പ്രീതി സമ്പാദിക്കാനായിട്ട് തത്രപ്പെടുന്ന ആളുകളെ എനിക്ക് നന്നേ അറിയാം. അങ്ങനെ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. അതും ഒരു രോഗശാന്തിയാണ്. ഇനിയും നിങ്ങൾ ഡയസിസൻ സിറ്റുവേഷൻ നോക്കിയാൽ ഏത് സഭയിലും അതിൽ ബിഷപ്പന്മാരോട് പറ്റി നിൽക്കുന്ന ആളുകൾ എന്ത് ചെയ്താലും അവർക്ക് ഒരു കുന്തവും വരാൻ പോകുന്നില്ല. അതേസമയം അങ്ങനെ പ്രീതി ഇല്ലാത്ത ഒരാൾ ചെറിയൊരു കുറ്റം ചെയ്താൽ അവൻ്റെ കഥ കഴിയും. ഇത് മനുഷ്യ സഹജമാണ്, ഇത് ലൗകികമായൊരു മർമ്മമാണ്. അതനുസരിച്ച് ഒരു പാർട്ടി, അധികാരത്തിലിരിക്കുന്ന പാർട്ടി നിയമം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് വലിയ അത്ഭുതമോ അതിശയമോ പ്രതിഷേധമോ ഒന്നുമില്ല. എനിക്കെല്ലാവരോടും വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്, ഈ ഒരു മർമ്മം പല വിധത്തിൽ നമ്മുടെ ഇടയിൽ, നമ്മുടെ മനസ്സിൽ തന്നെ പ്രവർത്തിക്കുന്നു. ഉദാഹരണമായിട്ട്, നമുക്ക് അധികാരം ഒന്നും വേണ്ട. നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ, നമ്മുടെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു ബന്ധു എന്തെങ്കിലും ഒരു കുറ്റം ചെയ്താൽ അതിനെ ഏതെല്ലാം വിധത്തിൽ ന്യായീകരിക്കാമോ അതെല്ലാം നമ്മൾ ചെയ്തിരിക്കും. സമയം തന്നെ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു വ്യക്തി എന്തെങ്കിലും ഒരു ചെറിയ കുറ്റം ചെയ്താൽ അത് എത്രമാത്രം ഊതി വീർപ്പിച്ച്
10 പേരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയുമോ അതിന് നമ്മൾ ശ്രമിക്കുവാൻ ഒട്ടും മടിക്കുന്നവരല്ല. ഏതാണ് എൻ്റെ യാഥാർത്ഥ്യം. പക്ഷേ അത് മറ്റാരെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ അയ്യോ അങ്ങനെ ആയല്ലോ, അങ്ങനെ ചെയ്യാമായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഇതാണ് ലോകത്തിൻ്റെ മർമ്മം എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇനിയും നാം ഒരു കാര്യം കൂടെ ചിന്തിക്കേണ്ടത്, നാം ഈ ആത്മീയമായ പരിപാടികൾ നടത്തുന്നത് ആത്മീയമായ അച്ചടക്കത്തെ ആശ്രയിച്ചാണോ അതോ ഭൗതികമായ മർമ്മത്തെയും ഭൗതികമായ ലക്ഷ്യത്തെയും ലാക്കാക്കുകയാണോ എന്ന് ചിന്തിക്കേണ്ട ഒരാവശ്യമുണ്ട്. ഇപ്പോൾ രോഗശാന്തി തന്നെ നടത്തുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ്? അതനുസരിച്ച് വേണം അത് ആത്മീയമായ ഒരു ശുശ്രൂഷയാണോ അല്ല ഭൗതികമായ ഒരു ചൂണ്ടയിടയിലാണോ എന്ന് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ ഒരു രോഗശാന്തി വിദഗ്ധൻ അങ്ങനെ ഒരു ശുശ്രൂഷ നടത്തുന്നു. അവിടേക്ക് ആളുകൾ ഒഴുകി ചെല്ലുന്നു അല്ലെങ്കിൽ ഇരച്ചു കയറുന്നു. അത് ചില ആളുകൾക്കൊക്കെ രോഗശാന്തി ഉണ്ടായി എന്ന് അവർ സാക്ഷ്യം പറയുന്നു, അല്ലെങ്കിൽ അവരെ കൊണ്ട് അങ്ങനെ പറയിക്കുന്നു. അത് വലിയ പരസ്യമായിത്തീരുന്നു. അത് കേട്ട് കൂടുതൽ ആളുകൾ അതുകൊണ്ട് പ്രചോദനം പ്രാപിച്ച് അവിടേക്ക് പ്രവാഹം വർദ്ധിക്കുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ ഏത് ലക്ഷ്യത്തോടു കൂടെയാണ് ഈ അത്ഭുത രോഗശാന്തി വിദഗ്ധൻ ഈ ഒരു സാഹസം നടത്തുന്നത് അല്ലെങ്കിൽ ഈ ഒരു മിഷൻ നടത്തുന്നത് എന്നത് പലപ്പോഴും നാം ചിന്തിക്കാത്ത അല്ലെങ്കിൽ പരിഗണിക്കാത്ത ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ സുവിശേഷങ്ങൾ നാം ശ്രദ്ധിച്ചിട്ടുണ്ട് എങ്കിൽ വളരെ വളരെ വ്യക്തമാണ്. നാം എന്ത് ചെയ്തു എന്നതല്ല, നാം ഏത് ഉദ്ദേശത്തോടു കൂടെ ചെയ്തു എന്നതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ ഞാനൊരു സുവിശേഷ പ്രസംഗകനായിരുന്നു, ഇപ്പോഴല്ല. ഞാൻ സുവിശേഷം പ്രസംഗിച്ച് നടന്ന കാലത്ത് ഞാൻ എന്തിനു വേണ്ടി പ്രസംഗിച്ചു? പ്രശസ്തി പ്രാപിക്കാനായിട്ട് വചന ശുശ്രൂഷ നടത്തിക്കൊണ്ടുപോയോ? അതെൻ്റെ ആദായമാർഗമായി ഞാൻ കണ്ടാണോ നടന്നത്? 4 പേരുടെ കണ്ണിൽ ഒന്ന് ഷൈൻ ചെയ്യാനാണോ? അങ്ങനെയുള്ള പരിഗണന കൊണ്ടാണ് ഞാൻ വചനം കൈകാര്യം ചെയ്തത് എങ്കിൽ ഞാൻ ചെയ്ത ഒരു ശുശ്രൂഷയും ആത്മീകമായ ഒരു വിലയും ഉള്ളതല്ലായിരുന്നു എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. അതാണ് സത്യം. ആത്മീകമായ അധ്വാനം അല്ലെങ്കിൽ ദൗത്യം അല്ലെങ്കിൽ ശുശ്രൂഷ അല്ലെങ്കിൽ സേവനം, അതിൻ്റെ ഏറ്റവും ആധികാരികമായ സ്വഭാവം നാം എന്തു ചെയ്താലും ദൈവഹിതം എന്ത് എന്ന് ആരാഞ്ഞറിഞ്ഞ് അതിനോട് യോഗ്യമായും ദൈവനാമ മഹത്വത്തിനു വേണ്ടി ഈ ചെയ്യുന്ന ശുശ്രൂഷയെ ഏറ്റവും മഹനീയമായി കാര്യക്ഷമമായി പ്രയോജനപ്പെടുത്താമെന്ന ഒരേ ഒരു ലക്ഷ്യം മുൻനിർത്തിയുമാണെങ്കിൽ മാത്രമേ നാം ചെയ്യുന്നത് ആത്മീയമാകുകയുള്ളൂ. ആ ഒരു ദർശനത്തിൽ നാം എന്ത് ചെയ്താലും, പറമ്പ് കിളച്ചാലും റോഡ് തൂത്താലും വഴിയിലിരിക്കുന്ന ഒരു ഭിക്ഷാന്തേഹിയ മനുഷ്യനോട് അവിടെ നിന്ന് 2 വാക്ക് സംസാരിച്ചാലും അതെല്ലാം വിശുദ്ധ സംസർഗമാണ്. എന്നാൽ യാന്ത്രികമായി ഞാനൊരു സഭയിൽ തൊഴിലാളിയാണ്, അതുകൊണ്ട് എനിക്ക് ഞായറാഴ്ച വിശുദ്ധ സംസർഗം അല്ലെങ്കിൽ കുർബാന നടത്തണം, അത് യാന്ത്രികമായി നടത്തിയാൽ അതിന് തൂമ്പ എടുത്ത് പറമ്പിൽ കിളയ്ക്കുന്നതിനുള്ള ആത്മീയതയുടെ ഒരംശം പോലും അതിലുണ്ടാകുകയില്ല എന്ന് വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് രോഗശാന്തി എന്ന് പറയുന്ന ഈ ഒരു വലിയ അത്ഭുതം കാണിച്ചു നടന്നു, ആളുകളെ ഭ്രമിപ്പിച്ചു, അതുകൊണ്ട് 1000 പേർ 10,000 പേർ ഇങ്ങോട്ട് ഒഴുകി എന്നതിൽ എന്തെങ്കിലും ആത്മീയത ഉണ്ടാകണം എന്ന് യാതൊരു നിശ്ചയവുമില്ല. എന്നാൽ അത് ഭൗതികമായ താല്പര്യം കൊണ്ടാണ് നടത്തുന്നത് എങ്കിൽ, അത് മനുഷ്യരെ ചൂണ്ടയിട്ട് പിടിക്കാനുള്ള ഒരു പ്രസ്ഥാനമാണ് എങ്കിൽ അത് ഒരു വിധത്തിൽ ന്യായീകരിക്കാവുന്നതല്ല എന്ന അഭിപ്രായം എനിക്കുണ്ട്. ഏതായാലും നിങ്ങൾ ഈ ഒരു പ്രതിഭാസത്തെപ്പറ്റി ചിന്തിക്കണം. ക്രിസ്തുവിൻ്റെ പേരിൽ ഏത് കോലാഹലവും ഏത് ചന്തയും ഏത് കമ്മട്ടവും നടത്തിയാൽ അത് നല്ലതാണെന്നും അതിൻ്റെ ഗുണഫലം ഏതാണ്ട് ചിലർക്കൊക്കെ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് അതിനെ നമുക്ക് ന്യായീകരിക്കണമെന്നും അതിന് കോട്ടം വന്നാൽ അത് ക്രിസ്തുമതത്തോട് കാണിക്കുന്ന അക്രമമാണെന്നും ഇങ്ങനെയുള്ള വെറും ബാലിശമായ ചിന്തകൾക്ക് അപ്പുറത്ത് കടന്ന് ചിന്തിക്കുവാൻ വസ്തുനിഷ്ഠമായി
സത്യത്തിൽ അധിഷ്ഠിതമായി യേശുവിൻ്റെ പഠിപ്പീരുകളുടെ വെളിച്ചത്തിൽ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുവാൻ, മനസ്സിലാക്കുവാൻ നമുക്ക് ധൈര്യമുണ്ടാകണം, ചിന്താശക്തി ഉണ്ടാകണം, സ്പഷ്ടതയുണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ ചിന്തകൾ തൽക്കാലം ഉപസംഹരിക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്ന ഏവരോടുമുള്ള എൻ്റെ സ്നേഹം ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കുന്നു.